നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസ്റ്റർ പ്ലാനോ സർക്കാർ ഉത്തരവും ഇല്ലാതെയാണ് സംസ്ഥാനത്ത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പദ്ധതി നടപ്പാക്കിയതെന്ന് സംബന്ധിച്ച് വിനോദസഞ്ചാര വകുപ്പ്. കരാർ കമ്പനികളുടെ തെരഞ്ഞെടുപ്പിന് മാത്രമല്ല സുരക്ഷാ സംവിധാനങ്ങൾ സംബന്ധിച്ചും പ്രത്യേക മാനദണ്ഡങ്ങളൊന്നും തയ്യാറാക്കിയിരുന്നില്ലെന്നാണ് വിനോദസഞ്ചാര വകുപ്പ് വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടിയിൽ വ്യക്തമാക്കുന്നത്. ഒരു വിനോദസഞ്ചാര ഉൽപ്പന്നമെന്ന നിലയിൽ സഞ്ചാരികൾക്ക് പുതിയ അനുഭവം നൽകാൻ ലക്ഷ്യമിട്ടെന്ന വലിയ പ്രഖ്യാപനവുമായാണ് സംസ്ഥാന ടൂറിസം വകുപ്പ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പരിചയപ്പെടുത്തിയത്. പുതിയ പദ്ധതി എന്നോണം കുട്ടിഘോഷിച്ചായിരുന്നു ഉദ്ഘാടനവും. ബേക്കൽ റിസോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ കാസർഗോട്ടും മറ്റു ജില്ലകളിലും TDPCയുടെ ചുമതലയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പദ്ധതി വൻ നേട്ടമെന്ന് പ്രചരിപ്പിക്കുമ്പോഴും ടെൻഡർ നടപടികളിലോ കമ്പനികളുടെ തെരഞ്ഞെടുപ്പിലോ പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്വവും ടൂറിസം വകുപ്പ് എടുത്തിട്ടില്ല. മാസ്റ്റർ പ്ലാനുമില്ല. പാരിസ്ഥിതിക ഘടകങ്ങൾ പരിശോധിക്കാനോ പദ്ധതികൾക്ക് പ്രവർത്തന മാനദണ്ഡങ്ങൾ ഉറപ്പാക്കാനോ ശ്രമിച്ചിട്ടില്ല. സുരക്ഷ ഉറപ്പാക്കാൻ എന്ത് നടപടി ഉണ്ടെന്ന ചോദ്യത്തിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന കാര്യം പരിഗണനയിലെന്നു മാത്രമാണ് മറുപടി. അതായത് പദ്ധതി നടത്തിപ്പ് മുതൽ വരുമാന ശേഖരണം വരെയുള്ള കാര്യങ്ങളെ ഉത്തരവാദിത്തം അതാത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലുകൾക്ക് ഉണ്ടെന്നുകൂടി വ്യക്തമാക്കുന്നതാണ് വിവരാവകാശ രേഖ. വർക്കല അപകടത്തിനു പിന്നാലെ കരാർ കമ്പനിയെ കുറ്റപ്പെടുത്തി കൈകഴുകുകയായിരുന്നു DDPC. വർക്കലയിൽ അപകടമുണ്ടായ പാലം ആദ്യം സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചത് അടിമലത്തുറയിലാണ്. അന്നത്തെ DDPC സെക്രട്ടറിയായിരുന്ന ഷാരോൺ വീടിന്റെ നേതൃത്വത്തിൽ നടന്ന ആ നീക്കം പ്രദേശവാസികളുടെ എതിർപ്പിനെ തുടർന്നാണ് ഉപേക്ഷിച്ച് വർക്കലയ്ക്ക് മാറ്റിയത്. ഡിസംബർ 29-നായിരുന്നു ഉദ്ഘാടനം. ആഴ്ചകൾക്കകം അപകടമുണ്ടാക്കി. ഇതിനിടയ്ക്ക് DDPC സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയ അതേ ഉദ്യോഗസ്ഥൻ ടൂറിസം മന്ത്രിയുടെ ഓഫീസിലെ ഉന്നത തസ്തികയിലാണ്. അതിനിടെ വർക്കല പാപനാശം ബീച്ചിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്കുള്ള പ്രവേശനം നിരോധിച്ചു. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ പ്രവേശനം അനുവദിക്കില്ലെന്ന് ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ഉത്തരവിട്ടു. അപകടമുണ്ടായതിനു പിന്നാലെ വർക്കല നഗരസഭയും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചിരുന്നു. അപകടത്തിൽ സർക്കാർ ഏജൻസികൾക്കെതിരെ നടപടിയെടുത്തേക്കും. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ചുമതലയുള്ള ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിനും അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിക്ക് മേൽനോട്ടത്തിൽ പിഴവുണ്ടായെന്നാണ് ടൂറിസം വകുപ്പിന്റെ വിലയിരുത്തൽ. ടൂറിസം ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് മന്ത്രിക്ക് കൈമാറും. കാലാവസ്ഥാ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നില്ല എന്നാണ് കരാർ കമ്പനിയുടെ വാദം. ഇക്കാര്യം ടൂറിസം വകുപ്പ് പരിശോധിക്കും. ശനിയാഴ്ചയാണ് വർക്കല പാപനാശം ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകർന്ന് അപകടമുണ്ടായത്. 15 പേരാണ് കടലിൽ വീണത്. അപകടമുണ്ടാകുന്നതിന് മുമ്പ് തീരത്തെ ഗാർഡുമാർ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നടത്തിപ്പുകാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ശിവരാത്രി അവധി ദിനമുണ്ടായ തിരക്കിനിടെ അപകടമുണ്ടായതാണ് സ്വകാര്യ കമ്പനിയുടെ പ്രതിനിധികൾ ടൂറിസം വകുപ്പിനെ അറിയിച്ചിരിക്കുന്നത്. ഗാർഡുമാരുടെ നിർദ്ദേശം പരിഗണിക്കാൻ സ്ഥലത്ത് സർക്കാർ പ്രതിനിധി ഇല്ലായിരുന്നുവെന്നും ആക്ഷേപമുണ്ട്. തമിഴ്നാട്ടിലെ ജോയ് വാട്ടർ സ്പോർട്സ് എന്ന സ്വകാര്യ കമ്പനിക്കാണ് വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കരാർ നൽകിയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ക്രിസ്മസിനായിരുന്നു ടൂറിസം മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്ത് 3 മാസത്തിനകമാണ് ഇപ്പോൾ അപകടമുണ്ടായത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.